ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ എൻ്റെ ചേട്ടായിക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ജനുവരി 30 ആൾക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞു, അയനോയിഡിൻ്റെയും ടോൺസിലിസിൻ്റെയും. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആൾക്ക് കണ്ണിൻ്റെ കാഴ്ച, തലവേദന വന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ തലവേദനയ്ക്ക് ഒരു ഗുളിക കൊടുത്തു. ആ ഗുളിക എടുത്ത് വൈകുന്നേരം ആയപ്പോൾ ആളുടെ കണ്ണിൻ്റെ കാഴ്ച മങ്ങി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഡോക്ടർ അടുത്തേക്ക് പോയപ്പോൾ ആൾ പറഞ്ഞു കണ്ണിൻ്റെ നിറവിൽ ഫ്ലൂയിഡാണ്, നമുക്കതൊരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ പട്ടത്തച്ഛനെ കാണാൻ വന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ വരട്ടെ, ഒരു ഒപ്പീനിയൻ കൂടി എടുത്തിട്ട് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മിഷിയനിൽ ഡോക്ടർ ഫിജോ സാറിനെ കാണാൻ പോയി. ആ സാറ് പറഞ്ഞു നമുക്ക് ഇന്ന് അഡ്മിറ്റ് ആവണം, ഒരു MRI സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. കണ്ണിൻ്റെ ഡോക്ടറെ കാണിച്ചപ്പോൾ കണ്ണിൻ്റെ ഡോക്ടർ പറഞ്ഞു ആൾക്കൊരു കുഴപ്പമില്ല, കണ്ണിന് പൂർണ്ണ കാഴ്ച നഷ്ടപ്പെട്ടു. ഡോക്ടർ ഫിജോ സാറിനെ മിഷിയനിൽ കാണാൻ പോയപ്പോൾ അങ്ങനെ കണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആൾക്ക് MRI എടുത്തു. 3 MRI എടുത്തു, അതിലൊന്നും കുഴപ്പമില്ല. കണ്ണിൻ്റെ ഡോക്ടറെ കാണിച്ചു, അതിലും കുഴപ്പമില്ല. പക്ഷേ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ട് ആൾക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ പട്ടത്തച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു എൻ്റെ പ്രാർത്ഥന നിങ്ങൾ ആരാധന കാണുമെന്ന് പറഞ്ഞു വെള്ളിയാഴ്ചയിലത്തെ. അത് കണ്ടു. കാനാട്ടച്ഛൻ്റെ പ്രാർത്ഥന കണ്ടപ്പോൾ ആൾക്ക് MRI സ്കാൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ പറഞ്ഞു ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് മിഷനിലെ സാറ് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആകെ സങ്കടത്തിലായി. ഇനി എന്താ ചെയ്യേണ്ടതെന്നും അറിയണില്ല. ആൾക്ക് പൂർണ്ണമായിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ് ആൾക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ കാനാട്ടച്ഛൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നമുക്കൊരു MRI നിറവിൽ മരുന്ന് ഒഴിച്ചിട്ട് ചെയ്യാം, അതും കൂടി ചെയ്തിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണിൻ്റെ നിറവിൽ മരുന്ന് ഒഴിച്ചപ്പോൾ പറഞ്ഞു കണ്ണിൻ്റെ നിറവിൽ നിറയെ പ്രഷർ കയറിയിട്ടാണ് ഇതാവുന്നത്, നമുക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. 5 ഡയാലിസിസ് പറഞ്ഞു. 4ാമത്തെ ഡയാലിസിൻ്റെ അന്ന് വൈകുന്നേരം കാനാട്ടച്ഛൻ്റെ പ്രാർത്ഥന കണ്ടു, പട്ടത്തച്ഛൻ്റെ ആരാധനയും കണ്ടിരുന്നപ്പോൾ ആൾക്ക് തലവേദന, കണ്ണിൽ നല്ല വേദനയായിരുന്നു ശക്തമായിട്ട്. അന്ന് വൈകുന്നേരം ആളുടെ തലയിൽ നിന്ന് എന്തോ പൊട്ടിപ്പോകുന്ന പോലെ തോന്നി. പിറ്റേ ദിവസം ആൾ സ്കാൻ ചെയ്തപ്പോൾ ആളുടെ കണ്ണിൽ നിറയതായിട്ട് കാഴ്ച കണ്ടു തുടങ്ങി. യേശുവേ നന്ദി, യേശുവേ ആരാധന. അപ്പോൾ പൂർണ്ണമായിട്ട് ആൾക്ക് കണ്ണിൻ്റെ കാഴ്ച കിട്ടി.